ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബനാന കട്ട്ലറ്റ്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ബനാന കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിരിക്കുന്ന 2 ബനാന എടുത്തിട്ടുണ്ട്. 2 പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. ഇനി നമുക്കിത് നടുകെ കീറിയിട്ട് 4 കഷ്ണങ്ങളാക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ 4 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം, പുഴുങ്ങിയെടുക്കണം കേട്ടോ, ആവിയിൽ. അതിനായി ഞാൻ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് വേവിക്കാൻ ആവശ്യമായ അതിലേക്ക് ഇങ്ങനൊരു സ്റ്റീം കയറാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും കേട്ടോ. ഒന്ന് വെന്ത് കിട്ടാനായിട്ട് മൂടി വയ്ക്കാം. വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവി കയറി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്നിനെ കൊണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനങ്ങനെ ഉടച്ചെടുത്തിട്ട് കാണിക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് ഏലക്ക പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് അധികം പഞ്ചസാര ഒന്നും വേണ്ട കേട്ടോ. പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് 2 മുട്ട ഞാൻ ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രം പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഇതും അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. ഒന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുത്താൽ മതി. തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഈ ഒരു രീതിക്ക് ആയാൽ മതി കേട്ടോ. നമ്മുടെ നെയ്യിൽ കിടന്നിട്ട് തേങ്ങ ഒന്ന് വേകുന്നൊരു മണമില്ലേ, ആ ഒരു മണമൊക്കെ വരും, നല്ലൊരു മണം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന പഴമില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ. തേങ്ങയും പഴവും ഏലക്കായും പഞ്ചസാരയും ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് കുഴച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. തണുക്കാനായി ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതുപോലെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ കഴിയണം കേട്ടോ. ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം. നമുക്കിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട്
ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തണം. ഒരു റൗണ്ട് നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ, ആ ഷേപ്പിൽ എല്ലാം ഞാൻ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാ ഈ ഒരു രീതിക്ക് ഞാനെല്ലാം ഉരുട്ടി എടുത്തിട്ട് ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിക്കാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, ഇതുപോലെ ഇത്രയും മതിയാവും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതുപോലെ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പഴത്തിൻ്റെ ഇതെടുത്തിട്ട് നമ്മുടെ മുട്ടയിലെ വെള്ളയിലേക്ക് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട്, പിന്നെ ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാം വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഞാൻ വെച്ച് കൊടുക്കും. ഇതുപോലെ ഞാൻ ഇത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സൈഡ് നന്നായിട്ട് ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. വളരെ പതുക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാം ഞാൻ ഒന്ന് തിരിച്ചിട്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഈ ഒരു കളറാവുമ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പുറത്തെ സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. എല്ലാം ഞാൻ വാങ്ങി വയ്ക്കട്ടെ. എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. ഇതാ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ ചെയ്തത്. വെളിച്ചെണ്ണയിൽ മുക്കി എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഞാൻ ഇതും കൂടെ റെഡിയാക്കിയിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് സെർവിങ് ഡിഷിൽ ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇതാ എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടാണ്. പിന്നെ നമ്മൾ മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ മൈദയിൽ അല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി, പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താലും മതി കേട്ടോ. മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പക്ഷേ മുട്ടയിലാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. നമ്മുടെ ബനാന കട്ട്ലറ്റ് ഇതാ നല്ല ക്രിസ്പിയും സോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു കട്ട്ലറ്റ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. Thanks for watching.